ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലൊരു മാറ്ററാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പുണ്ടായ സംഭവം. കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് കോട്ടയം ജില്ലക്കാരൻ എരുമേലി സ്വദേശിയായ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം. ഇദ്ദേഹം പാസ്റ്ററാണ്, പെന്തക്കോസ്ത് സഭയുടെ ഓർഡെയിൻഡ് പാസ്റ്ററാണ് IPCയുടെ. ഇപ്പം ഇദ്ദേഹത്തിനെതിരെ ഇടുക്കി പോലീസ്, അതായത് വണ്ടമ്മേട് പോലീസ് ഒരു ഫേക്ക് കേസെടുത്തു. ഇത് കേരളത്തിൽ നടന്ന സംഭവമാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് പ്രാധാന്യമുള്ളത്. കേരളത്തിൽ നടന്ന സംഭവം. അപ്പം ഇദ്ദേഹം എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ശ്രദ്ധിച്ചതെന്നും പറഞ്ഞുതരാം. ഞാൻ ഇന്ന് വരെ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഇടയ്ക്ക് മെസ്സേജുകൾ അയക്കും, സംസാരിക്കാറുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാനുണ്ടായ കാരണം ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം എഴുതുന്ന പോസ്റ്റുകളാണെങ്കിലും പറയുന്ന വീഡിയോ ആണെങ്കിലും ആധികാരികം ഭയങ്കരമാണ്. അതായത് ഇന്ന ബുക്ക് ഇന്നടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന വോളിയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നയാൾ ഇന്ന സമയത്ത് എഴുതിയതാണ്, അത് ഇന്ത്യയിൽ ഹൈലി സർക്കുലേറ്റഡ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഓരോന്നും, അതായത് നമ്മൾ ഈ എവിഡൻസ് പ്രൂഫ് എന്ന് പറയത്തില്ലേ, വെറുതെ പറയുമല്ല. അപ്പൊ അങ്ങനെ പല വീഡിയോകളും ഇദ്ദേഹം ചെയ്ത പോസ്റ്റുകളും കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആൾ കൊള്ളാമല്ലേ സംഭവം. കാരണം ആധികാരികത, അതായത് അതിലാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഈ ഛത്തീസ്ഗഡ് നൺസിനെ അറ്റാക്ക് ചെയ്തതും അതേപോലെ തന്നെ ഈ ക്രൈസ്തവ പെന്തക്കോസ്ത് ഇവാഞ്ചലിക്കൽ പാസ്റ്റർമാരെ അറ്റാക്ക് ചെയ്തതുമായിട്ട് അനുബന്ധിച്ച് ഇദ്ദേഹം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് പ്രസംഗിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ആധികാരികത കൂടുതലാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ ആധികാരികത? ഇദ്ദേഹം പറയുന്ന ജാതീയതയാണ് പറയുന്നത്, ഹൈന്ദവ മതത്തിൽ നിൽക്കുന്ന ജാതീയത. ഇപ്പം ഇദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് അല്ലായി. അതായത് ഇദ്ദേഹം പറയുകയാണ്, ഇപ്പം ഘർ വാപ്പസി കേരളത്തിൽ വരികയാണ്, ഇന്ത്യയിലെ പല ഭാഗത്ത് ഇവർ കൊണ്ടുവന്നു. ഇപ്പം അനിൽ പറയുന്നൊരു പോയിന്റ് ഉണ്ട് പ്രധാനമായിട്ടും. ഓക്കെ, ഒരാൾ ഘർ വാപ്പസിയായിട്ട് തിരിച്ച് വീണ്ടും ഹിന്ദുവിലോട്ട് പോകുന്നു, കുഴപ്പമില്ല, പോകട്ടെ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പോകുന്ന ബാക്ക്വേർഡ് ദളിത് അല്ലെങ്കിൽ ആദിവാസിയെ ഏത് ഹിന്ദുവായിട്ടാണ് അവർ അങ്ങോട്ടെടുക്കുന്നത്? ബ്രാഹ്മണനായിട്ട് എടുക്കുമോ, അതോ മറ്റൊരു OBC ആയിട്ട് എടുക്കുമോ, അതോ ചമാടായിട്ടും ഈ പറയുന്ന രീതിയിൽ എടുക്കുമോ? ഏത് രീതിയിലാണ് തിരിച്ചെടുക്കുന്നത്? അവൻ അതിൻ്റെ പേരിലാണ് അവനത് വിട്ടുവന്നത്. തിരിച്ചേത് രീതിയിലാണ് എടുക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് എന്നെ ഈ കേൾക്കുന്ന, കാരണം ചോദ്യം പ്രസക്തമാണ്, നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുമെങ്കിൽ തരിക. കാരണം ഈ ജാതീയത മൂത്ത് അവനെ സമൂഹത്തിൽ തള്ളിക്കളഞ്ഞ് അവനെ റെക്കഗ്നൈസ് ചെയ്യാത്തതിൻ്റെ പേരിലാണ് അവൻ പോയത്. തിരിച്ച് അവനെ എടുക്കുന്നത് ഏത് രീതിയിലാണ് കൂടെ പറഞ്ഞതാ. ഇതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അല്ല തെറി വിളിക്കുകയല്ല ചെയ്യേണ്ടത്. അതായത് ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് ഈ ജാതീയത ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അനിൽ ഇതിനെപ്പറ്റി തുറന്നു പറഞ്ഞത് പണ്ഡിറ്റ് രമാഭായ് അവരുടെ ചരിത്രം എടുത്ത് പറഞ്ഞു. BR അംബേദ്കർ അദ്ദേഹം എന്തുകൊണ്ടാണ് മനുസ്മൃതി കത്തിച്ചത് എന്ന് പറഞ്ഞു. അത് ബ്രാഹ്മണിക്കൽ മേധാവിത്വമാണ്. അതിനകത്തും ഈ പറയുന്ന താഴ്ന്ന ജാതിയെ അംഗീകരിക്കുന്നില്ല. ഇതിനെതിരെ സംസാരിക്കാൻ പറ്റത്തില്ലേ? ഇതിനെയെല്ലാം മാറ്റി, ഇതിനെയെല്ലാം മുമ്പിൽ കടന്നുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് നിന്ന് പ്രസംഗിക്കാൻ എനിക്കും നിങ്ങൾക്കും അത് പറയുവാൻ ഈ അനിൽ കൊടിത്തോട്ടത്തിനാണെങ്കിലും ആർക്കും ആ സ്വാതന്ത്ര്യമുണ്ട്. അതിന് നിങ്ങൾക്ക് എങ്ങനെ ഒരു കള്ളക്കേസ് കൊടുത്ത് അതിനനുഭവിച്ച് പോലീസ് അവരുടെ കൂടെ നിന്ന് ഇതേപോലെയുള്ള ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും? എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. സിമ്പിളായി ഉത്തരം തരിക. എന്തുകൊണ്ടാണ് അനിൽ കൊടിത്തോട്ടം പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റിനെ ഖണ്ഡിക്കുവാൻ, അതായത് ആ വീഡിയോ ഞാൻ കഴിഞ്ഞിടയ്ക്കാണ് കണ്ടത്, ഇന്ന് രാവിലെയാണ് കണ്ടത്. അതിങ്ങനെ ആ പറയുന്ന വീഡിയോയിൽ പറയുന്ന പോയിന്റുകൾ എല്ലാം ശരിയല്ലേ? അതിനകത്ത് ഏത് പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത് തെറ്റായിട്ടുള്ളത്? ഈ പറയുന്ന കീഴ്ജാതികളെ അംഗീകരിക്കുവാൻ
ഇവിടുത്തെ മേൽജാതിക്കാർ എന്തുകൊണ്ട് തടസ്സം നിൽക്കുന്നു? എന്തുകൊണ്ട് അവരെ മനുഷ്യനായിട്ട് നിങ്ങൾ പരിഗണിക്കുന്നില്ല? ഈ മനുഷ്യനായിട്ട് അവനെ പരിഗണിച്ചു കഴിഞ്ഞ് ഈ ഗർഭാപ്പസിയുടെ ആവശ്യമൊന്നുമില്ല. അവരെല്ലാം കൂടെ തിരിച്ചു വരും. പക്ഷെ വിശ്വാസത്തിൽ പോയാൽ തിരിച്ചൊന്നും വരുന്നില്ല. ഇനി ഈ അനിൽ കൊടിത്തോട്ടത്തിന്റെ കുറച്ച് ചരിത്രം ഞാൻ എടുത്തു. ഇയാൾ ആരാണ്? ഇദ്ദേഹം എരുമേലിയിൽ ഈ പറയുന്ന ബാക്ക്വേർഡ് കാസ്റ്റ് ചേരമ, അതായത് ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ തോട്ടം തൊഴിലാളിയായിരുന്നു. അദ്ദേഹം പാമ്പ് കടിയേറ്റ് മരിച്ചു. ഇതാണ് സംഭവം. അവിടുന്ന് അദ്ദേഹം പഠിച്ച അദ്ദേഹമാണ് ആദ്യമായിട്ട് അവരുടെ വീട്ടിൽ വിശ്വാസത്തിലോട്ട് പോകുന്നത്. പക്ഷേ ഇന്നും അവരുടെ കുടുംബത്തിലുള്ള പല ആൾക്കാരും ഹിന്ദു വിശ്വാസികളുണ്ട്. അതായത് പല ബന്ധുക്കളും ഒക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പെങ്ങളും ബ്രദേഴ്സും അവരെല്ലാം ക്രിസ്ത്യൻ വിശ്വാസികളാണ്. ഇദ്ദേഹം പഠിച്ചത് മനസ്സിലാക്കണം, സംഘപരിവാറിന് മനസ്സിലാക്കണം. ഇദ്ദേഹം വെറും പാപം പിടിച്ച അത്തപ്പാടിയൊന്നും അല്ല. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഏകദേശം 2.5 ഏക്കറോളം സ്ഥലമുണ്ടായിരുന്നു. പക്ഷേ ഈ അപ്പൻ മരിക്കുകയും ഈ വീടിൻ്റെ ചില സാമ്പത്തിക സ്ഥിതി മോശമാകുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അതൊന്നുമല്ലാതായി മാറി. അതായത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സമയത്ത് ആരാണ് കൈ കൊടുക്കുന്നത്? ആരാണ് അവരോട് പറയുന്നത് ജീവിക്കണം, മരിക്കരുത്, നിനക്കൊരു ലോകമുണ്ട്, നിനക്കൊരു പ്രതീക്ഷയുണ്ട്, നിനക്കൊരു ഹോപ്പുണ്ട് എന്ന് ആര് പറയുന്നു? അവൻ പറയുന്നത് കേൾക്കും. സിമ്പിളാണിത്. ഇത് പൊട്ടൻ സംഘപരിവാറിന് അറിയത്തില്ലെങ്കിൽ അത് ആദ്യം പോയി പഠിക്കുക. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടോ അസുഖമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരാണ് നിങ്ങളെ സമാധാനിപ്പിക്കാൻ വരുന്നത്? അവൻ്റെ കൂടെ പോകും. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ആത്മഹത്യ ഭയങ്കര കൂടുതലാണ്. ഗ്രേറ്റ്. നിങ്ങൾ പെന്തക്കോസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ, ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റിയിൽ, ഞാൻ ഈ കാത്തലിക്സിനെ ചലഞ്ച് ചെയ്ത സംഭവം, ഒരാത്മഹത്യ കാണിച്ചു തരാൻ പറ്റുമോ? ഒരാത്മഹത്യ. എന്തുകൊണ്ടാണ് ഈ പെന്തക്കോസ്റ്റ് ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റിയിൽ ഒരു ആത്മഹത്യ പോലും ഇല്ലാത്തതിൻ്റെ കാര്യം എന്താ? കാരണം ഒരു കാരണവശാലും അവരുടെ കമ്മ്യൂണിറ്റി അത് സമ്മതിക്കത്തില്ല. അവർക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇവർ കയറി വീഴും. അത് സോർട്ട് ഔട്ട് ചെയ്യും. അവർ പ്രാർത്ഥനയെ കൂടെയും പരിപാടിയും എന്താണെങ്കിലും സഹായിച്ചത് അത് മറികടക്കും. ഇത് ഒത്തിരി പേർക്ക് അനുഭവമുണ്ട്. ഇതൊരു ഘടകം തന്നെയാണ്. ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കുക, അവൻ്റെ കൂടെ നിൽക്കുക അവൻ്റെ പ്രയാസഘട്ടങ്ങളിൽ. ഇവൻ യന്ത്രമനുഷ്യനൊന്നും അല്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്നത് NG യൂണിവേഴ്സിറ്റിയിൽ നിന്നും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും 2 MA ബിരുദധാരിയാണ്. അദ്ദേഹം ഹിസ്റ്ററിയിൽ MA, അത് 3rd റാങ്കോട് കൂടിയാണ് പാസ്സായിരിക്കുന്നത്. അതാണ് അദ്ദേഹം ഹിസ്റ്ററി കറക്റ്റായിട്ട് കോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ആധികാരികതയുള്ളത്. പിന്നെ MA ഫിലോസഫി ഗാന്ധി യൂണിവേഴ്സിറ്റി എടുത്തയാളാണ്. അത് നല്ല രീതിയിലാണ് പാസ്സായിരിക്കുക. പിന്നീട് അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇദ്ദേഹം കേരളത്തിലെ പല ബൈബിൾ കോളേജുകളിലും ഹീബ്രു അധ്യാപകനാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൊട്ടനൊന്നും അല്ല. നിങ്ങൾ ഈ പറയുന്ന ജാതി ഇവനെ പൊട്ടനായിട്ട് കരുതുന്നത് അങ്ങനല്ല. അത് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തയ്യാറായി. പിന്നീട് ഞാനിപ്പോൾ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ ഇപ്പം പെന്തക്കോസ്റ്റ് മറ്റേ കമ്മ്യൂണിറ്റിക്കകത്ത് ഈ കൺവേർട്ട് ചെയ്യുന്നവർക്ക് പ്രശ്നമുണ്ട്, അങ്ങനുണ്ട്. പക്ഷെ ഇയാൾ പറഞ്ഞത് അദ്ദേഹത്തെ അംഗീകരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അംഗീകരിച്ചത് അവിടെയുള്ള സിറിയൻ കാത്തലിക് സഭയാണ്. അവൻ്റെ അടുത്ത് കന്യാസ്ത്രീകളാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഈ കാത്തലിക്സ് കുടുംബം, ഈ കോട്ടയം എരുമേലി ആ ഭാഗത്ത് അവരുടെ ഒരു ബെൽറ്റാണ്. ഇയാളെയും ഇയാളുടെ കുടുംബത്തെയും പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അതൊന്ന് ഈ പറയുന്ന 2 കന്യാസ്ത്രീകളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞൊരു സംഭവമുണ്ട്, എന്തുകൊണ്ട് ഈ കാര്യം എനിക്ക് പബ്ലിക്കിനോട് പറഞ്ഞുകൂടാ? അത് എൻ്റെ ജോലിയാണ്, ഞാനത് ചെയ്യും. അതായത് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുകയും പാസ്റ്ററായിട്ട് അദ്ദേഹത്തിൻ്റെ തൊഴിലും ചെയ്യുന്ന ഒരാളാണ്. അയാൾ പറഞ്ഞ സത്യം ഞാൻ പറയണ്ടായി, അദ്ദേഹം ആ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. എത്ര ക്രൂരമായിട്ടാണ് ജാതീയത കൊണ്ട് ഈ ഹൈന്ദവ കമ്മ്യൂണിറ്റിക്കകത്ത് വിഭജനം ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ട് ഈ അപ്പർ കാസ്റ്റ് ഇവരെ എന്താണ് അംബേദ്കർ പറഞ്ഞത്? അംബേദ്കർ പറഞ്ഞത് മാത്രമേ അനിൽ കൊടിത്തോട്ടം പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് അംബേദ്കറിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇന്ത്യയിൽ ഉണ്ടാകുന്നത്.
മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. കേരളത്തിൽ ഈ കേൾക്കുന്ന സംഘപരിവാറുകാർ, നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ഒരു 7-8 വർഷം കൊണ്ട് ഇന്ത്യയിലെ ദളിത് കമ്മ്യൂണിറ്റിയും ആദിവാസി കമ്മ്യൂണിറ്റി അതിശക്തമായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഹിന്ദുവിൻ്റെ അപ്പർ കാസ്റ്റിനെതിരെ വന്നിരിക്കുന്നത്. എല്ലാവരും ഭീംറാവ്, അതായത് അംബേദ്കറൈറ്റ്സ് ആയിട്ടങ്ങ് അവരങ്ങ് പുറത്തു വരികയാണ്. നേരത്തെ ഇവർക്കൊക്കെ പേടിയായിരുന്നു വരാൻ, ഭയമായിരുന്നു. കാരണം ഇവരെ എല്ലാവരും മാർജിനലൈസ് ചെയ്ത് അവരെ ഒതുക്കി ദൂരെ കളഞ്ഞേക്കുമായിരുന്നു. മനസ്സിലാക്കുക, ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഹിന്ദു കമ്മ്യൂണിറ്റിയെ, അപ്പർ കാസ്റ്റിനെ എതിർക്കുന്നത് ഇന്ത്യയിലെ ദളിത് കമ്മ്യൂണിറ്റിയാണ്. കാരണം അവന് എഡ്യൂക്കേഷൻ കിട്ടി, അവന് പറയാനുള്ള ധൈര്യം കിട്ടി, അവന് ജോലി എടുക്കാനുള്ള ധൈര്യം കിട്ടി. അവന് പഴയ പോലെ നിൻ്റെ അടുത്ത് വന്ന് തെണ്ടാനൊന്നും വരുന്നില്ല ജോലിക്ക്. അതായത് അടിയൻ തമ്പ്രാൻ എന്ന് വരുത്തൊന്നുമില്ല. അവന് ജോലി എടുക്കാനറിയാം, പണം ചോദിക്കാനറിയാം. ആ രീതിയിലോട്ട് അവർ ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞു. അതാണ് ആ ബ്യൂട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തു നോക്ക്, അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇവരാണിപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്, ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലും പോകരുത്, കാരണം അവിടെയൊന്നും നിങ്ങളെ അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത്? ചോദ്യമാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇന്നും ഹിന്ദു മിത്തോളജി, അതായത് മനുസ്മൃതി എന്ന് പറയുന്ന സാധനം തലയ്ക്കകത്തിരിക്കുക. അവർ 40,000 50,000 വർഷം എന്നൊക്കെ പറയുമ്പോൾ പഴയ ഇന്ത്യയുടെ ആർഷഭാരതം, മണ്ണാങ്കട്ട ആർഷഭാരതം ചരിത്രം എടുത്തു നോക്കെ. ശരിക്കും ഇന്ത്യയിൽ എന്തുവായിരുന്നു ആർഷഭാരതം? ഒരു അപ്പർ കാസ്റ്റ്, ഒരു ചെറിയ മൈനോറിറ്റി കമ്മ്യൂണിറ്റി അപ്പർ കാസ്റ്റിൽ അവൻ കാണിച്ച തോന്നിവാസങ്ങൾ. ഈ പറയുന്ന സതിയാണോ നിങ്ങൾ ഈ പറയുന്നത്? ഈ ആർഷഭാരതം എന്ന് പറയുന്നത്, ആർഷഭാരതം ഈ പാവം പിടിച്ചവനെ സ്ലേവിനേക്കാളിലും ഏറ്റവും കഷ്ടമായിട്ട് ഇതേപോലെ ഉപദ്രവിച്ച്, കേരളത്തിൽ പോലും സ്ലേവ് ഉണ്ടെന്ന് ഈ പറയുന്ന അനിൽ കൊടുത്തോട്ടത്തിൻ്റെ വീഡിയോയിൽ പറയുമ്പോൾ ഞാനത് ഹിസ്റ്റോറിക്കലി എടുത്ത് നോക്കി. മല്ലപ്പള്ളിയിലും ചങ്ങനാശ്ശേരിയിലും അവിടുത്തെ സ്ലേവിന് ഇത്ര രൂപയായിരുന്നു, ഇത്ര സ്ലേവായിരുന്നു. ഈ പറയുന്ന 500 വർഷം പഴക്കമുള്ള കാര്യമൊന്നുമല്ല പറയുന്നത്. ഇതൊക്കെയാണ് റിയാലിറ്റി. അപ്പം അതിനകത്തുനിന്ന് ഉയർന്നു വന്ന പല താരങ്ങളുണ്ട്. അതേപോലൊരു താരം തന്നെയാണ് അനിൽ കൊടുത്തോട്ടം. അതേപോലെ സംഭവമാണ് തൃശ്ശൂർ അഷ്ടമിച്ചിറയിലുള്ള അനിൽകുമാർ അയ്യപ്പൻ. അതേപോലൊരു താരമാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയ സുനിൽ പത്തനാപുരം, അതായത് കാണുന്നു ഞാനെന്ന് പാട്ടെഴുതിയ ആൾ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ, അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ സിറിയൻ ക്രിസ്ത്യൻസ് തയ്യാറായിട്ടില്ലായിരുന്നു. പെൻഡക്കോസ്റ്റാണ് മറ്റുള്ളവർ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞ് അതെങ്കിലും കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റി മനസ്സിലാക്കുക. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈഴവ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ബാക്ക്വേർഡ് ക്ലാസ്സിനെ അക്സെപ്റ്റ് ചെയ്യാത്തത്? നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്ത ഈ മതപരിവർത്തനവും സംഭവങ്ങളൊക്കെ മാറും. സിമ്പിളാ. അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. എൻ്റെ സഹോദരനാണ് രാഹുൽ ഗാന്ധി. ഒരു സംഭവം കാണിച്ച് നിങ്ങൾ കാണും യാത്രയിൽ. അതായത് സ്റ്റേജിലിരിക്കുന്ന സമയത്ത് അവിടെ തൊട്ടടുത്തിരുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിന് അയാൾ രാഹുൽ ഗാന്ധി ഈ കുപ്പിയിൽ നിന്ന് വെള്ളം എടുക്കുന്നു, അയാൾക്ക് കൊടുക്കുന്നു. അയാൾ ഇങ്ങനെ ഭയന്നുകൊണ്ടാണ്, പക്ഷെ വെള്ളം കുടിക്കുകയാണ്. അതാ ധൈര്യം. ആ ഒരു ഷോട്ട് ഉണ്ട്, ആ വീഡിയോ, ആ ഫോട്ടോയുണ്ട്. അതാണ് ഇന്ത്യയുടെ ദളിതിൻ്റെ ചരിത്രം മാറുന്നു. കാരണം രാഹുൽ ഗാന്ധിൻ്റെ ആ ഒരൊറ്റ ഷോട്ട് എന്ന് പറയുന്നത്, ആ വീഡിയോ, ആ ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി കാല് കഴുകാൻ പോയതിനേക്കാളും അടിച്ചിരുത്തുന്ന സംഭവം. കാരണം യഥാർത്ഥത്തിൽ നടന്ന സ്റ്റേജ് മാനേജർ അല്ല അത്. അവിടെ വെള്ളം കുടിക്കാൻ അയാൾ വെള്ളം എടുക്കുന്നു, തൊട്ടടുത്തിരുന്ന് അയാൾക്ക് കൊടുക്കുന്നു. അയാളുടെ ജാതി ചോദിക്കുന്നില്ല, അതും ചോദിക്കുന്നില്ല, ഇതും ചോദിക്കുന്നില്ല. ഒറ്റ സംഭവം ഞാൻ ഈ കാര്യത്തിൽ പറയാം. ഞാൻ ഈ മതപരിവർത്തനം ഇതിനൊക്കെ എതിർക്കുന്ന ഒരാളാണ്. പക്ഷെ ഉറച്ചു നിൽക്കുന്ന ഒരു ഘടകമുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞൊരു സംഭവം, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമല്ല ഇവിടുത്തെ പ്രശ്നം, മനുഷ്യൻ നന്നാവണം. അവന് വിവരം വെക്കണം, ബോധം വെക്കണം, അവൻ കൾച്ചറാകണം. അവനെ എല്ലാവരും ഒരുമിച്ച് അവനെ അക്സെപ്റ്റ് ചെയ്ത് അവനെ സ്വീകരിക്കുവാൻ, അവനെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കുവാൻ നമ്മൾ തയ്യാറായാൽ ഈ പ്രശ്നമൊന്നുമില്ല. അതിന് തയ്യാറാകാത്ത പെരട്ടകൾ ഈ പറയുന്ന അനിൽ കൊടുത്തോട്ടത്തിനെതിരെ കള്ളക്കേസ് എടുക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നു അയാളങ്ങ് പേടിച്ചു പോകും?
ഒരു ഇതൊന്നും ഭയന്ന് പോകുന്നവരൊന്നുമല്ല ഇന്ത്യക്കാര്. അന്ന് എന്നെ ഇത് ഇന്ത്യയിൽ നിന്നേനെ. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, അതായത് 5-6 വർഷമായിട്ട് ഈ സംഘപരിവാർ ഇത്രമാത്രം ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഈ പറയുന്ന, അതായത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസും അതായത് കൺവേർട്ടഡ് ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്തതിൻ്റെ റിയാലിറ്റി നിങ്ങൾക്കറിയോ? ഇന്ത്യയിലുണ്ടാകുന്ന മാറ്റമാ, ശരിക്കുമുള്ള മാറ്റം. ഈ മാറ്റം വിസിബിളാണ് സംഭവം. നേരത്തെ ഇവർ അടങ്ങിയിരുന്നു, കാരണം വളരെ ഭയന്നാണ് ഈ ചർച്ചകളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്, അതായത് ഹൗസ് ചർച്ചിൽ. ഇന്ന് പരസ്യമായിട്ട് പോകാൻ തുടങ്ങി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമുണ്ട്. ഇവരുടെ സ്ത്രീകൾ ഇവരുടെ പുരുഷന്മാരെയും 10 ഇരട്ടി ശക്തരാണ്. അവരാണ് ഇറങ്ങി വരുന്നത്. അതാണ് മനോഹരമായ കാഴ്ച. അതായത് ഇന്ത്യയുടെ സ്ത്രീത്വം, അതായത് സ്ത്രീ ബലം, ശക്തി എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി കാണിച്ചു കൊടുക്കുക. ഈ ബാക്ക്വേർഡ് ക്ലാസ്സൊക്കെ കൺവേർട്ടായതിൻ്റെ കാര്യം എന്താ? അവർക്ക് വിദ്യാഭ്യാസം കിട്ടി, അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടി, അവർക്ക് ജോലി കിട്ടി, അവർ സമൂഹത്തിൻ്റെ ഭാഗമായി, അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ് മാറി. എന്നിട്ട് പറഞ്ഞു, എടാ അവനെ ചലഞ്ച് ചെയ്യുക, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാരെ ഇവിടെ എത്തിച്ചതാരാ? സംഘ് പരിവാർ. നിങ്ങളാണിത് ചെയ്തത്. ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് ചെയ്തത്. നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്തില്ല. അവർ സ്വയം വളർന്നു, അവരെ പുഷ് ചെയ്യുന്ന ആളുണ്ടായിരുന്നു, അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടായി. ആ കമ്മ്യൂണിറ്റി നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. ആ ചലഞ്ച് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ വയ്യ. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ സംഭവമാണ് കർമ്മോപ്പസി. ആദ്യത്തെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. അതെ, ആദ്യം ചോദിച്ച ചോദ്യം, നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ ബ്രാഹ്മണനാണോ, നായരാണോ, അതോ പുലയനും കുറവനും ഈ പറയുന്ന ഈഴവനും മാത്രമായിരിക്കും? ചോദ്യം ഉത്തരം തരിക. അത് അംഗീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്കിതിനൊരു വഴി കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വണ്ടൻമേട് പോലീസ് അനിൽ കൊടുത്തോട്ടത്തിനെതിരെ എടുത്ത ഫേക്ക് കേസ് എന്ന് പറയുന്നത് ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. മനസ്സിലാക്കുക, ഇന്ത്യൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഞാൻ 1-2 പേരുടെ ഇൻ്റർവ്യൂ എടുക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ ഛത്തീസ്ഗഡ് ആണെങ്കിലും ഈ പഞ്ചാബ് ആണെങ്കിലും ഒറീസ ആണെങ്കിലും ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഞാൻ എടുക്കാൻ പോവാ. അപ്പം അവരൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എവിടെയെങ്കിലും പോയി പ്രസംഗിച്ച് ഒരു കഞ്ഞി കുടിച്ചോ പാല് കുടിച്ചോ ആയവരാണോ? അവർ പറഞ്ഞു തരും നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് അവർക്ക് ഈ സംഭവം ഉണ്ടായത്. കാരണം അവരെ ചവിട്ടി കൂട്ടി സമൂഹത്തിനൊന്നും വേണ്ടാത്ത രീതിയിലാക്കി ഇട്ടേക്കുന്നവർ അവന് വിദ്യാഭ്യാസം കൊടുത്തു, അവന് അത് കഴിഞ്ഞ് അവന് വേണ്ട ഹെൽത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, അവനെ സഹായിച്ചു, അവൻ്റെ കമ്മ്യൂണിറ്റിയുടെ കൂടെ നിന്നു. അവൻ മാറ്റമുണ്ടായി. ആ മാറ്റമാണ് ഈ കാണുന്നത്. അതിനെ ബജരാങ് ദളും RSSും ഈ BJPയും VHP ഒന്നും എതിർത്തിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 1000 ടൈംസ് ആണ്. നിങ്ങൾക്കും തടയാൻ പറ്റത്തില്ല. ഇതൊന്നും തടയാനേ പറ്റത്തില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, ഒറ്റ കാര്യമേ ഉള്ളൂ. ഹിന്ദു മതത്തിലെ അപ്പർ കാസ്റ്റിൻ്റെ ഈ സാധനം മാറ്റിയെടുക്കണം. ഇവരെ സ്വന്തം സഹോദരനായിട്ട് ഏറ്റെടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ മനസ്സിലാക്കുക, വരാൻ പോകുന്ന 50 വർഷത്തിനുള്ളിൽ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഭൂരിപക്ഷ ഹിന്ദു രാജ്യമായിരിക്കുകയില്ല. ഞാൻ കട്ട്രോട്ടായിട്ട് പറയാം. ഞാൻ വെൽ റിസർച്ച്ഡാണ് ഈ ടോപ്പിക്ക്. കാരണം ഇത് ഞാൻ RSSകാരോടും അവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. സത്യമായി ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതിന് ഈ ബജരാങ് ദളുകാരെയും ഈ ഘർവാപ്പസിയൊന്നും നടത്തിയിട്ട് കാര്യമില്ല. ആദ്യം ചെയ്യേണ്ടത് ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്തുള്ള അവരങ്ങ് മനം മാറണം. അവർ മാറിയില്ലെങ്കിൽ ഇന്ത്യ മാറും. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഓരോന്നും കാണുന്നത്. അതിനെപ്പറ്റി സത്യാവസ്ഥ ഈ അനിൽ കൊടുത്തോട്ടം വിളിച്ച് പറയുമ്പോൾ നിങ്ങളെന്തുവനെ ഈ ചൊറിയുന്നേ? നിങ്ങളെ സ്വയം അങ്ങ് തിരുത്തിയാൽ ഇതിനൊക്കെ സൊല്യൂഷനുണ്ട്.